ഹലോ എവറി വൺ, എൻട്രി ആപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് അവെയർനെസ് എന്ന ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 4 റേറ്റ്സിനെ പറ്റിയിട്ടാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ബെഞ്ച് മാർക്കായിട്ട് വെച്ചുകൊണ്ട് നോക്കുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോണിറ്ററി പോളിസി എന്ന ഒരു ഏരിയയിൽ വരുന്ന 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേറ്റ്സ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ റേറ്റാണ് റിപ്പോ റേറ്റ്, രണ്ടാമത്തെ റിവേഴ്സ് റിപ്പോ, മൂന്നാമത്തെ ബാങ്ക് റേറ്റ്, നാലാമത്തെ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് അല്ലെങ്കിൽ MSF എന്ന് പറയും. അപ്പോൾ ഈ 4 റേറ്റ് എന്താണ്? നമ്മൾ ഡെഫിനിഷൻസ് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ എന്താണ് ഈ 4 കാര്യങ്ങളിൽ നിന്നൊന്ന് ചുരുക്കത്തിൽ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ എൻട്രി ആപ്പിൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എൻട്രി ആപ്പിൽ ബാങ്കിങ് ആസ്പിറൻസിന് വേണ്ടിയിട്ട് നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. SBI, IBPS എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും അതോടൊപ്പം കേരളത്തിലെ മികച്ച അധ്യാപകർ നയിക്കുന്ന വീഡിയോ ക്ലാസ്സുകളും നിങ്ങൾക്ക് എൻട്രി ആപ്പിൽ ലഭ്യമാണ്. സോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ റേറ്റ്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെയാണ് റിപ്പോ റേറ്റ്. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിപ്പോ എന്നുള്ള വാക്കിനെ നമുക്ക് പർച്ചേസ് എന്നൊന്ന് നമ്മൾ എഴുതിയാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ പർച്ചേസ് റേറ്റ് എന്താണ് പർച്ചേസ് ചെയ്യുന്നത്? അപ്പം എന്തോ ഒരു സാധനം പർച്ചേസ് ചെയ്യുവാണ്. ആര് എന്ത് പർച്ചേസ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുമ്പോഴുള്ളതാണ്. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കും. ഇപ്പോൾ നമുക്ക് ബാങ്കുകൾ ലോൺ തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് അടയ്ക്കണം. അപ്പോൾ അതേപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുമ്പം കൊമേഴ്ഷ്യൽ ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആയാൽ എന്ത് ചെയ്യണം? അവരും ലോണിന് ഇൻട്രസ്റ്റ് അടയ്ക്കണം. അപ്പോൾ ഈ ലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് തിരിച്ചെന്ത് വരും? ഇൻട്രസ്റ്റ് വരും. ഈ ഇൻട്രസ്റ്റ് ആണ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ പ്രത്യേകത, ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വെറുതെ ലോൺ കൊടുക്കത്തില്ല. ബാങ്കുകളോട് പറയും ഒരു കൊലാറ്ററൽ സെക്യൂരിറ്റി, അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റി ബോണ്ട്സ് ആവാം, അല്ലെങ്കിൽ ഓപ്ഷൻ ട്രഷറി ബിൽസ് ആവാം. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ കയ്യിലിരിക്കുന്ന കൊലാറ്ററൽ സെക്യൂരിറ്റീസ് വെച്ചുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ഈ കൊലാറ്ററൽ സെക്യൂരിറ്റി ആരുടെയാണിപ്പം? ഇത് ഈ ബാങ്കിൻ്റെയാണ്. ഫോർ എക്സാമ്പിൾ ഫെഡറൽ ബാങ്ക് ആണ് ഇപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇത് ലോൺ മേടിക്കുന്നതെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ കയ്യിലുള്ള കൊലാറ്ററൽ സെക്യൂരിറ്റീസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് അത് കൊലാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് നിർത്തിക്കൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ലോൺ എടുക്കും. അങ്ങനെ ലോൺ എടുക്കുമ്പം തിരിച്ച് ഞാനൊരു ഇൻട്രസ്റ്റ്, ഫെഡറൽ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കും. അപ്പം ഈ ഇൻട്രസ്റ്റ് റേറ്റിനെ റിപ്പോ റേറ്റ് എന്ന് വിളിക്കണമെങ്കിൽ ഒരു ചെറിയ കാര്യവും കൂടെ. ഈ കൊലാറ്ററൽ സെക്യൂരിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മറ്റാർക്കും വിൽക്കാൻ പാടില്ല. അതായത് ഫെഡറൽ ബാങ്കാണ് ലോൺ എടുക്കുന്നതെങ്കിൽ ഫെഡറൽ ബാങ്ക് ചോദിക്കുമ്പം അത് തിരിച്ച് ഫെഡറൽ ബാങ്കിന് തന്നെ കൊടുക്കണം എന്നൊരു എഗ്രിമെൻറ്റ്, അതായത് പർച്ചേസ് എഗ്രിമെൻറ്റ്. അപ്പോൾ ഈ ഒരു എഗ്രിമെൻറ്റ് ഉള്ളത് കൊണ്ടാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റിനെ റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിപ്പോ റേറ്റ് എന്താണെന്ന് ചുരുക്കത്തിൽ ഒന്നുകൂടെ പറയാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കും കൊലാറ്ററൽ സെക്യൂരിറ്റീസ് പ്ലെഡ്ജ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് അടയ്ക്കണം. പക്ഷെ അവർ അതിനിടയ്ക്ക് ഒരു എഗ്രിമെൻറ്റ് ക്ലോസ് വെക്കും, അതായത് ഇവർക്കത് പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ് വെച്ചുകൊണ്ട് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ്? അപ്പോൾ ഇവിടെയും ഏത് വേർഡുണ്ട്? റിപ്പോ എന്ന് പറയുന്ന വേർഡുണ്ട്. റിവേഴ്സ് നമുക്കറിയാം, ഫോർവേഡ് ആൻഡ് റിവേഴ്സ്. അപ്പോൾ ഇത് റിപ്പോ ആണെങ്കിൽ ഇത് റിവേഴ്സ് റിപ്പോ. അപ്പം ഇവിടെ RBI ബാങ്കുകൾക്കാണ് കൊടുത്തതെങ്കിൽ ഇവിടെ ബാങ്ക് RBIക്ക് കൊടുക്കും. എന്ത്? ബാങ്കുകളുടെ കയ്യിലുള്ള എക്സസ് ഫണ്ട്.
ഇപ്പം നേരത്തെ പറഞ്ഞുകൊണ്ട് ഫെഡറൽ ബാങ്കിൻ്റെ കയ്യിൽ കുറച്ച് എക്സസ് ഫണ്ട്സ് ഉണ്ട്. അവരുടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അവർക്കൊരു 30 crore അവർക്ക് എക്സസ് ഫണ്ടായിട്ടുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫെഡറൽ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ആ എക്സസ് ഫണ്ടിങ് മേടിക്കും. എന്നിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കും. അപ്പം എക്സസ് ഫണ്ട് ബാങ്കുകളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവർക്കൊരു ബെനിഫിറ്റ് കൊടുക്കുകയാണ്, ബാങ്കുകൾക്കൊരു ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോ റേറ്റിൻ്റെ നേരെ റിവേഴ്സ് പേഴ്സൺ ഇൻ്റർചേഞ്ച് ചെയ്യും. അവിടെ റിപ്പോ റേറ്റിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്കാണ് ലോൺ കൊടുക്കുന്നതെങ്കിൽ റിവേഴ്സ് റിപ്പോയിൽ ബാങ്കുകളുടെ കയ്യിൽ നിന്നുള്ള എക്സസ് ഫണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തതാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റിപ്പോ റേറ്റിനെ കണക്ട് ചെയ്തുകൊണ്ട് ഈ ബാങ്ക് റേറ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. റിപ്പോ റേറ്റിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കും. അപ്പോൾ ആ ലോണിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്കുകൾ തിരിച്ചെന്ത് ചെയ്യും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അടയ്ക്കും. അപ്പം ഇവിടെ എന്തിട്ടുണ്ടായിരുന്നു, ഒരു കോലാട്രൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, അവിടെ ഒരു റീപർച്ചേസ് എഗ്രിമെൻറ്റും ഉണ്ടായിരുന്നു. ഇവിടെ ബാങ്ക് റേറ്റിലും സംഭവം ഇത് തന്നെ, പക്ഷേ ഇവിടെ റീപർച്ചേസ് എഗ്രിമെൻറ്റും ഇല്ല, കോലാട്രൽ സെക്യൂരിറ്റിയും ഇല്ല. ഇവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് എത്ര രൂപയാണ് കൊടുക്കുന്നത്, അല്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ബാങ്കുകൾ എത്ര രൂപയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യുന്നത്, അതിനെ അപേക്ഷിച്ചായിരിക്കും ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരിക. അതായത് മറ്റൊരു കാര്യവും അവിടെ ഇല്ല, ജസ്റ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ബാങ്കുകൾ ലോൺ മേടിക്കുന്നു, അപ്പം അവർ ഇൻട്രസ്റ്റ് നേരെ തിരിച്ചു കൊടുക്കുന്നു. അവിടെ കോലാട്രൽ സെക്യൂരിറ്റിയും ഇല്ല, റീപർച്ചേസ് എഗ്രിമെൻറ്റും ഇല്ല. ഇനി ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോയും തമ്മിലുള്ള ഒരു വ്യത്യാസം, റിപ്പോ റേറ്റും ബാങ്ക് റേറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞു, കോലാട്രൽ സെക്യൂരിറ്റി റീപർച്ചേസ് എഗ്രിമെൻറ്റും അവിടെ ഇല്ല. ഇനി മറ്റൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് വളരെ ഒരു ലോങ്ങർ ടൈമിലേക്ക് കൊടുക്കും, ഈ ലോണ് വളരെ ഒരു ലോങ്ങർ പീരീഡിലേക്കും കൊടുക്കും. റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ടർ ടേമിലേക്കും മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്, റിപ്പോയും ബാങ്ക് റേറ്റും തമ്മിലുള്ള വേറൊരു വ്യത്യാസം. അപ്പോൾ റിപ്പോയും ബാങ്കും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. കോലാട്രൽ സെക്യൂരിറ്റി റീപർച്ചേസ് എഗ്രിമെൻ്റ് ഇല്ല. അതേപോലെ തന്നെ റിപ്പോ ഒരു ഷോർട്ടർ ടൈമിലേക്കും ബാങ്ക് റേറ്റ് ഒരു ലോങ്ങർ ടൈമിലേക്കും ഓഫർ ചെയ്യുന്ന ലോണാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ റിപ്പോയും ബാങ്കും കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഇനി മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, MSF. അപ്പോൾ എന്താണ് MSF? അപ്പോൾ നമുക്ക് ഈ പേരിൽ നിന്ന് സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിന്നു പോകാൻ, അതായത് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫെഡറൽ ബാങ്ക് തന്നെ ഇപ്പോൾ അവർക്കൊരു ഫോള് വന്നിരിക്കുകയാണ്, ബിസിനസ്സിലും അതുപോലെ ലിക്വിഡിറ്റിയിലും എല്ലാം ഒരു ഫോള് വന്നിരിക്കുന്ന ടൈമിൽ വളരെ വലിയ ഒരു എമൗണ്ട് ബാങ്കിന് ആവശ്യമായിട്ട് വരുന്നു. അതായത് ഇന്ന് എനിക്ക് അത്യാവശ്യമായിട്ടൊരു ബിസിനസ് നടത്താൻ ഇന്ന് ബാങ്കിന് ഒരു 300 crore rupees ഇന്ന് ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ അവർക്ക് ആ ഹ്യൂജ് എമൗണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്നും ബോറോ ചെയ്യാൻ പറ്റും വളരെ ഷോർട്ട് ടൈമിലേക്ക്. വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് മേടിച്ചിട്ട് നെക്സ്റ്റ് ഡേ വിത്തിൻ 24 hours അങ്ങനെയൊക്കെ MSF സാധാരണ കൊടുക്കാറുള്ളൂ. അപ്പം ഈ MSF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹ്യൂജായിട്ടുള്ളൊരു എമൗണ്ട് ബാങ്കുകൾക്ക് ആവശ്യമുള്ള, അപ്പം അവർക്ക് അത്രയും എമൗണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യാം. അപ്പോൾ അതിന് വളരെ വലിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും അവർ ചാർജ് ചെയ്യുന്നത്. എപ്പോഴും ഈ പറഞ്ഞ ബാക്കി റേറ്റിനെക്കാട്ടിലൊക്കെ മുകളിലായിരിക്കും മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് നിൽക്കുന്നത്. കാരണം അത്രയും ഒരു ഹ്യൂജ് എമൗണ്ടാണ് കൊടുക്കുന്നത്, വളരെ ഷോർട്ട് ടേമിലേക്കാണ്. ബാങ്കുകളുടെ ആ ഒരു ഫോള് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹെൽപ്പ് ചെയ്യുവാണ്. അപ്പോൾ അവിടെ ഇവർ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, NDTL എന്ന് പറയും, അതായത് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി. ഇതെന്താണെന്ന് വളരെ ഡീറ്റെയിൽഡായിട്ട് പറയാനുണ്ട്, വളരെ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞുതരാം. ഈ നെറ്റ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഡിമാൻഡ് ആൻഡ് ടൈം. അപ്പോൾ ഇത് ഡിമാൻഡ് ആൻഡ് ഇത് ടൈം, ഇതിന് ലയബിലിറ്റി എന്നാണ് പറയുന്നത്. എന്താണ് ഒരു ബാങ്കിൻ്റെ ലയബിലിറ്റി? അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു ബാങ്കിൽ പോയി അക്കൗണ്ട് എടുത്താൽ എൻ്റെ പൈസയാണ് അവിടെ ഉള്ളത്, സോ അതവരുടെ ലയബിലിറ്റിയാണ്. കാരണം അവരുടെ അസറ്റ് അല്ല, എൻ്റെയാണ് പൈസ. അപ്പോൾ അത് ബാങ്കിൻ്റെ ലയബിലിറ്റിയാണ്. മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് ബാങ്ക് എന്തെങ്കിലും ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ ലയബിലിറ്റിയിൽ വരുന്നതാണ്. ബാങ്കിന് സ്വന്തമായിട്ടുള്ളതാണ് അസറ്റ്. അപ്പോൾ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്, ഈ രണ്ട് കാര്യങ്ങളാണ് ബാങ്കിനുള്ളത്. അപ്പോൾ അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ രണ്ടിനെ മാനേജ് ചെയ്യുന്നതിനാണ് അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ
ഡിമാൻഡ് ലയബിലിറ്റി ആൻഡ് ടൈം ലയബിലിറ്റി, രണ്ട് തരം ലയബിലിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങിയാൽ എനിക്ക് എപ്പോൾ വേണേലും അത് പിൻവലിക്കാം. അതായത് ഓൺ ഡിമാൻഡിൽ എൻ്റെ ഡിമാൻഡിൽ എനിക്കത് പിൻവലിക്കാം. അതേപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് തുടങ്ങിയാലും എൻ്റെ ഡിമാൻഡിൽ എനിക്കത് പിൻവലിക്കാം. അതേസമയം ഞാനൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങിയാൽ 1 ഇയറിലേക്കാണെങ്കിൽ 1 ഇയർ കഴിയാതെ എനിക്കത് പിൻവലിക്കാൻ പറ്റില്ല. സോ ഇറ്റ്സ് എ ടൈം ലയബിലിറ്റി. അതേപോലെ തന്നെ റെക്കറിങ് 1 ഇയറിലേക്കാണെങ്കിൽ 1 ഇയർ കഴിയാതെ എനിക്കത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഡിമാൻഡ് ലയബിലിറ്റിയുടെയും ടൈം ലയബിലിറ്റിയുടെയും ആകത്തുക. അപ്പോൾ ഈ NDTLൻ്റെ 1% അല്ലെങ്കിൽ 100 ബേസിസ് പോയിൻറ്റ്സ് വരെ ഇവർക്ക് ലോണായിട്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ, 8000 crore ഈ ബാങ്കിൻ്റെ NDTL എന്നുണ്ടെങ്കിൽ അതിൻ്റെ 1% ആയിട്ടുള്ള 80 crore rupees ആയിരിക്കും ഇവർക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെയാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റിൻ്റെ ലിമിറ്റാണ് പറഞ്ഞത്. അപ്പം ഇതാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. വളരെ വലിയൊരു എമൗണ്ട് അത്യാവശ്യമായിട്ട് വരുമ്പം അവർക്കത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്നും ബോറോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്. അപ്പോൾ നമ്മൾ 4 റേറ്റുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെ റിപ്പോ റേറ്റ്, രണ്ടാമത്തെ റിവേഴ്സ് റിപ്പോ റേറ്റ്, മൂന്നാമത്തെ ബാങ്ക് റേറ്റ്, നാലാമത്തെ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്. അപ്പോൾ ഈ 4 റേറ്റും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്കൂടെ ഉപകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലുള്ളവർക്കും ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു അറിവ് ബാക്കിയുള്ളവർക്ക് കിട്ടുന്നത് കൊണ്ട് ദോഷമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ എൻട്രി ആപ്പിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇനിയും ഒരുപാട് വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ വരുന്ന എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ് വീഡിയോസും നോട്ടിഫിക്കേഷൻ വീഡിയോസും എല്ലാം അറ്റ് എ ടൈം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ അടിക്കാനും മറക്കണ്ട. അതേപോലെ തന്നെ പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ മോക്ക് ടെസ്റ്റ് എടുക്കാൻ പറ്റും. അതേപോലെ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് 2021 വിളിക്കാനിരിക്കുന്ന എല്ലാ ബാങ്ക് എക്സാമിനും വേണ്ടിയിട്ട് ഈസി ആയിട്ട് തയ്യാറെടുക്കാം. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ ചേർന്ന് നയിക്കുന്ന വീഡിയോ ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും സെക്ഷണൽ ടെസ്റ്റുകളും എല്ലാം നിങ്ങൾക്ക് എൻട്രി ആപ്പിലുണ്ട്. ഒരു ബാങ്കിങ് ആസ്പിറൻറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും എൻട്രി ആപ്പിലുണ്ട്. സോ ഡൗൺലോഡ് എൻട്രി ആപ്പ് നൗ ആൻഡ് വെയിറ്റ് ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.